ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നമ്മളെ ചതിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോമിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിളിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും നമ്മൾ ബ്രൗസ് ചെയ്യുന്നതൊക്കെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഫോണിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് സ്പ്രെഡായി പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഉണ്ടോ, ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സെറ്റിങ്സ് വരുന്ന കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഉണ്ടോ, ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മുകളിലായിട്ട് ഗൂഗിൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഗൂഗിളിൻ്റെ സർവീസസുകളാണ്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും. ആദ്യത്തത് അലോ ക്രോം സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. താഴെയായിട്ട് ഓട്ടോ കംപ്ലീറ്റ് സെർച്ചസ് ആൻഡ് URLs. താഴെയായിട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് ക്രോം ഫീച്ചേഴ്സ് ആൻഡ് പെർഫോമൻസ്. അടുത്ത താഴെയായിട്ട് മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിങ് ബെറ്റർ. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇതേപോലെ ഓഫ് ചെയ്യുക. ഈ 4 സെറ്റിങ്സും ഇതേപോലെ നമ്മൾ ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, 4 നമ്മൾ ഓഫ് ചെയ്തു. ഇനി 5ാമതായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇൻ ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇതാണ് ഓപ്ഷൻ. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും, അതുകൂടെ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് ഒന്നും പുറത്ത് ലീക്കാവില്ല. ഇതൊക്കെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും അതേപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഗൂഗിൾ ക്രോമിൽ പേഴ്സണലായിട്ട് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ ഒരു സെറ്റിങ്സ് വഴിയാണ്. അത് പലപ്പോഴും നമ്മുടെ സെർച്ച് ബെറ്റർ ആക്കാനും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് പറയുന്നെങ്കിലും പലതും സ്പ്രെഡായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് പരസ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻസുകൾ അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.